ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ എന്തിലും ഏതിലുമൊക്കെ കുറേ ചർച്ചാ വിഷയങ്ങൾ എടുത്തിരുന്ന ആൾക്കാരാണ്. ഒരു ചെറിയ പടമോ ഒരു വീഡിയോയോ കൊണ്ടിട്ട് ഒരുപാട് വൈറലാക്കിയിട്ട് ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പൊതു ഇടങ്ങളിൽ സ്വീകരിക്കപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. കുറച്ചാൾ മുമ്പ് വൈറലായ 2 ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഒരു ഉദ്ഘാടനത്തിനെത്തിയ ഒരു കളക്ടർ കയ്യിലിരിക്കുന്ന കൊച്ചും ഒരു കൊച്ചിനെ കയ്യിലെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന മേയറും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ താഴെ അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് അവർക്ക് ലീവെടുത്ത് വീട്ടിലിരിക്കാൻ കൊച്ചിനെ നോക്കിയിരിക്കുക. എന്നിട്ടും കൊച്ചിനെ കൊണ്ടുവന്ന് ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ താഴേക്കുള്ള പോസിറ്റീവ് കമൻസിൻ്റെ ബഹളമായിരുന്നു. ആ കമൻസൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതേ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ മൊത്തോ കാര്യങ്ങൾ മിറ്റം തൂത്തുവാരി വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ചെയ്ത് പാത്രം കഴി ഹസ്ബൻഡിനും മക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാം ചെയ്ത് വെച്ചിട്ട് വീട്ടിലെ മൊത്തം ജോലിയെടുത്ത് ഈ കൊച്ചിനെ എടുത്ത് കൈ പിടിച്ച് രാവിലെ ഒരു ബസ്സിനകത്ത് ഞെരുങ്ങി കൂടി വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണോ ഈ കൊച്ചിനെ തൊട്ടിൽ റൂമിൽ കിടത്തിയിട്ട് ജോലി ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയാൽ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വന്നിരുന്ന് ജോലി ചെയ്തിട്ട് തിരികെ വൈകുന്നേരം ഇതുപോലെ തന്നെ ബസ്സിൽ ചെന്നിറങ്ങിയിട്ട് ഒരുപാട് ഇരുട്ടത്തൂടെ നടന്ന് വീട്ടിൽ പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ ഈ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ടിരുന്ന ഫോട്ടോ എടുത്ത് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തതിന് ശേഷം കിലോമീറ്റർ ദൂരത്തിൽ നടന്ന് വന്നിട്ട് ബസ്സിൽ കയറി കുഞ്ഞുങ്ങളെയും കൊണ്ട് നടന്നിട്ട് വരുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ റൂമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകുന്ന, തുണിക്കടയിൽ പോകുന്നവരെല്ലാം കുറേ ഫാക്ടറിയിൽ പോകുന്ന ആൾക്കാരും ഈ കൊച്ചുങ്ങളെ രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ വീട്ടിലിട്ടിട്ട് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഈ എന്നെയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി മുടിയെട്ടി തരുന്ന ഞാനവിടെ ജോലി സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് എനിക്ക് ചെയ്തു തരുന്നത്. എൻ്റെ വീട്ടിലൊന്നും ആളുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കുമ്പോഴേ സ്വയം പര്യാപ്തി നേടി അവരെ കാര്യങ്ങൾ ചെയ്തിട്ട് അവരങ്ങ് മുന്നോട്ട് പോകാൻ നോക്കും. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വീട്ടു ജോലിക്ക് ആളുണ്ടാവും, വീട്ടിലെ മിറ്റം തൂക്കം ആളുണ്ടാവും, അകത്തെ കുക്കിങ്ങിന് ആളുണ്ടാവും, തുണി കഴുക ആളുണ്ടാവും, ഒരു വണ്ടിയും ഡ്രൈവറും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ എല്ലാ മോഡികളോടും കൂടി വന്നിരുന്നിട്ട് 5 മിനിറ്റ് കൊച്ചുങ്ങളെ എങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരെ അഭിനന്ദിക്കാൻ കാണിക്കുന്ന മനസ്സൊന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് ഈ കഷ്ടപ്പെട്ട് പോകുന്ന ചേച്ചിമാരെ കാണുമ്പോൾ ഒന്നും ആർക്കും ആ ഒരു അഭിനന്ദന മനസ്സ് തോന്നാറില്ല. നല്ല വാക്ക് പറയാൻ പോലും തോന്നത്തില്ല. പോകുന്ന സമയത്ത് വേണമെങ്കിൽ 2 ഗോസിപ്പും കൂടി പറയും ഈ സോഷ്യൽ മീഡിയയിൽ ഇനി ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മളെ കണ്ണിൽ പതിയത്തില്ല. പക്ഷേ എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ ഒരു ഫോട്ടോഷൂട്ട് നടത്തി അല്ലെങ്കിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു യാദൃച്ഛ്യമായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന് അവർക്കൊക്കെ ഇതുണ്ടായിട്ട് ഇങ്ങനെയൊക്കെ അവർ കൊണ്ടുവരുന്നില്ലേ? എല്ലാ പ്രിവിലേജിനും കൂടി അവരൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ത് ചെയ്യാനും കയ്യാളുകളുണ്ട്. അപ്പോൾ ഈ കൊച്ചിനെ അങ്ങോട്ടൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് കൈമാറാൻ വേണ്ടി അവർ എത്രയോ ആൾക്കാർ എടുക്കാൻ നിൽക്കും. പക്ഷേ ഈ മറ്റൊരു ആളുണ്ടല്ലോ, ഈ ഓടിപ്പോകുന്നവർ ചിലപ്പം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തൂക്കി പിടിച്ചുകൊണ്ട് നമുക്ക് കൈ കഴിക്കുന്നുണ്ടാകും. ഒരു 5 മിനിറ്റ് എഴുതും വഴി ചെന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്കുമോ കൈ അടയ്ക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ഓടിയൊന്ന് വാങ്ങിക്കുമോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ വാങ്ങിച്ച് ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. അഭിനന്ദനം അർഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്ത് സാധാ ഉണ്ട്. അവർ ഈ വലിയ പരീക്ഷയൊന്നും വലിയ രൂപത്തിൽ പോയില്ലെന്നുണ്ടെങ്കിലും ഈ അധ്വാനിച്ചുകൊണ്ട് വരുന്ന വിഹിതം കുടുംബത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു വിഹിതം അവർ ഇട്ടുകൂട്ടി വെക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യത്തിനപ്പുറമാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി പോകുന്നത്. മറ്റാൾക്കാർ അവരുടെ ആരോഗ്യകാര്യങ്ങളെല്ലാം നോക്കി നല്ല സെറ്റപ്പായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേനും അത് എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും എന്ന് അവർക്കറിയാം. അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇതുപോലത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. അഭിനന്ദിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മളെ ചുറ്റുവട്ടത്ത് ഇതുപോലെ നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ തൊട്ടടുത്ത് നിൽക്കണം. ഈ പോയി കമൻ്റ് ഇടുന്ന ആണുങ്ങൾ പോലെ സ്വന്തം വൈഫിന് ഒരു കൈസഹായത്തിന് ചെല്ലുന്ന ആൾക്കാരാവില്ല. ഇതിനകത്ത് കമൻ്റ് ഇടുന്ന ചേച്ചിമാർ എത്ര സ്വന്തം മരുമക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കും? അങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും? പക്ഷേ അവിടെ പോയിരുന്ന കമൻറ്റ് പോസ്റ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും, ഈ കേരളമൊക്കെ അടിപൊളി സ്ഥലമായി പോയിട്ടില്ല, എന്തൊരു നന്മയുള്ള ആൾക്കാരാണ്. ഒരു സ്ത്രീധന പ്രശ്നം വരുമ്പോഴത്തേന് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ ബഹളമാണ്. ഒരു സ്ത്രീധന പീഡനം വരുമ്പോഴത്തേന് ഒരിക്കലും 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ ബഹളമാണ് അവിടെ. എന്തെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നടക്കണം. നന്മമരങ്ങളുടെ ബഹളമാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ നന്മമരങ്ങൾ എന്ന് യഥാർത്ഥത്തിൽ പ്രശ്നം കാണുമ്പോൾ അവിടെ കാണാൻ പറ്റത്തില്ല.